എല്ലാവർക്കും നമസ്കാരം. ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പാർട്ട് MCQ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 4 ആണ്, 20 ഡേയ്സ് ചലഞ്ചിൽ ഡേ 4. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? കൂടംകുളം, താരാപൂർ, കൽപ്പാക്കം, റാവൽഭട്ട, ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, താരാപൂരാണ്. താരാപൂർ 1969 മഹാരാഷ്ട്രയിൽ സ്ഥാപിതമായതാണ് താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആണവ നിലയം. USA സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. ഓക്കെ, USA സഹായത്തോടെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ റെയിൽവേ മേഖലകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ മേഖല നോർത്തേൺ റെയിൽവേ ആണ്. കൊൽക്കത്ത മെട്രോ റെയിൽവേ ഒരു പ്രത്യേക റെയിൽവേ സോണായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. അതായത് ഇന്ത്യയിലെ റെയിൽവേയിലെ ഏറ്റവും വലിയ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് നോർത്തേൺ റെയിൽവേ ആണ്. ഡൽഹിയാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇനി കൊൽക്കത്ത മെട്രോയെ 2010 17ാമത്തെ റെയിൽവേ സോണായി റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സിയാൽ അല്ലേ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2015 സിയാൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമായി മാറിയത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ബഹുമതി ഏതിന് ലഭിച്ചിട്ടുണ്ട്? ഈ വിമാനത്താവളത്തിന് ലഭിച്ചിട്ടുണ്ട്. ISRO രൂപീകൃതമായ വർഷം? ISRO എന്നാണ്? 1969 ഓഗസ്റ്റ് 15 അല്ലേ. ഇൻകോസ്പാർ അതിന് പകരമായി ISRO രൂപീകൃതമായത്. ഇൻകോസ്പാർ എന്നാ വന്നത്? അത് 62 കേട്ടോ. 1962. 72 അതെന്തായി? പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് നിലവിൽ വന്നത് 72 കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ISRO 1969. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഡേയിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായില്ലേ? അപ്പോൾ അതിൽ കുറച്ച് തെറ്റുകൾ വന്നിരിക്കുന്നത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ PDF തയ്യാറാക്കിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളത് കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് പറയുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇനിയും തെറ്റുകളൊന്നും വരാതെ ശ്രദ്ധിക്കാം. എന്നാലും ഒന്ന് ക്ഷമിക്കുക. തെറ്റെന്തായാലും നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് പിൻ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ദേശീയ പാതകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ദേശീയപാതയെക്കുറിച്ച് തെറ്റായതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH 966B, പഴയ NH47A കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? രണ്ടാമത്തെ തെറ്റ്. അപ്പോൾ 2 മാത്രം അല്ലേ. രണ്ടാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. 2 മാത്രം. കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിൽ NH 966B അല്ലേ, അതായിരുന്നു ഏറ്റവും നീളം കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിൽ NH 54A548S. ഓക്കെ, അതിന് 1.2 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളത് നീളമുള്ളൂ. ഓക്കെ, പിന്നെ അതുകൂടാതെ മഹാരാഷ്ട്രയിലുണ്ട് NH 118, അത് 5 കിലോമീറ്റർ ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കക്രപ്പാറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്ത് താപ്തി നദിയുടെ തീരത്താണ്. അടുത്തത്, ഇന്ത്യയിലെ റെയിൽവേ ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഡൽഹിക്കും മുംബൈക്കും ഇടയിലാണ് ആദ്യത്തെ ട്രെയിൻ ഓടിയത്. ഏതാണ് ശരിയായ പ്രസ്താവന? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത് 1853 ഏപ്രിൽ 16 അത് ശരിയാണ്. എന്നാൽ അത് ഓടിയത് എവിടെയാണ്? ഡൽഹി മുംബൈ ആണോ? അല്ല, ബോംബെ താനെ അല്ലേ. ബോംബെ മുതൽ താനെ വരെയാണ് അത് ഓടിയത്. ഓക്കെ, അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പാർക്ക്, സോളാർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സോളാർ പാർക്ക് എവിടെയാണ്? റാൻ ഓഫ് കച്ചിലാണ്. റാൻ ഓഫ് കച്ചിലെ ഖാവ്ദ സോളാർ പാർക്കാണ് കേട്ടോ. നിലവിൽ നമ്മുടെ NTPC ഗുജറാത്തിലെ ഖാവ്ദയിൽ നിർമ്മിച്ചു വരുന്ന ഒരു പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ സോളാർ പാർക്കാകാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ബട്ട്ല കണ്ടായിരുന്നു. അതായത് നിലവിൽ പൂർണ്ണ സജ്ജമായവയിൽ രാജസ്ഥാനിലെ ബട്ട്ല ഏറ്റവും വലുതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വന്നത്, റാൻ ഓഫ് കച്ച് വന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രകൃതിദത്ത ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? പ്രകൃതിദത്ത ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? SLV-3 ആണ്. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 ആണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിക്ഷേപണ വാഹനമാണ്. ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു കേട്ടോ. നമ്മുടെ രോഹിണി ഉപഗ്രഹമൊക്കെ ഇതിലൂടെയാണ് വിക്ഷേപിച്ചത്. താഴെ പറയുന്നവയിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പദ്ധതിയുമായി ബന്ധമില്ലാത്ത നഗരം ഏതാണ്? ബന്ധമില്ലാത്തത്, അതായത് സുവർണ ചതുഷ്കോണം അല്ലേ, ആ പാതയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഹൈദരാബാദാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് അതിൽ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത അല്ലേ. താഴെ നമ്മൾ 4 അല്ലെങ്കിൽ 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഹൈദരാബാദ് ഇല്ല അതിൽ. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ് നേരിട്ട് ഉൾപ്പെടുന്നത്. കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ആണവ നിലയമാണിത്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? 2 പ്രസ്താവനയും ശരിയാണ് അല്ലേ. തമിഴ്നാട്ടിൽ കൂടംകുളം ആണവ നിലയം അല്ലേ 2000 മെഗാവാട്ട്സ് ശേഷിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലുതുമാണ്. റഷ്യൻ സഹായത്തോടെയാണ് അല്ലെങ്കിൽ റഷ്യൻ സഹകരണത്തോടെ തന്നെയാണിത് നിർമ്മിച്ചിട്ടുള്ളത്. 2 പ്രസ്താവനയും ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എവിടെയായിരുന്നു? ഇലക്ട്രിക് ട്രെയിൻ എവിടെയാണ്? ബോംബെ അല്ലേ. ബോംബെ മുതൽ ബോംബെ VT മുതൽ കുർള വരെയാണ് ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ്. അത് 1925 കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ സൗരോർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? ശരിയായതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൻ്റെ ആസ്ഥാനം ഇന്ത്യയാണ്. കായംകുളത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സൗരോർജ്ജ പദ്ധതി നിലവിലുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 ശരിയാണ്. അതായത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അതിൻ്റെ ആസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ഗുരുഗ്രാം. പിന്നെ കേരളത്തിൽ കായംകുളം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് അല്ലേ തടാകത്തിലാണ് വലിയ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ NTPC ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് PSLV-C-11 ഉപയോഗിച്ചാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 ശരിയാണല്ലേ. എന്നാൽ 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 ദൗത്യത്തിൻ്റെ വാഹനം PSLV-C-11 ആയിരുന്നു. പിന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമായിട്ട് ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ആര് മാറി? ഇന്ത്യ മാറുകയും ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ദേശീയപാതയായ NH-44 ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? NH-44 ഏതാണ്? പഴയ NH-7 അല്ലേ, അതിൻ്റെ ഭാഗമാണ്. അത് ഏതാണത്? ശ്രീനഗർ കന്യാകുമാരി. അതായത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ശ്രീനഗറിനെയും തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതാണ് NH-44 എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഉണ്ട്. അത് ഏതാണ്? പോർബന്ദർ ടു സിൽച്ചാർ പാത വരുന്നത് NH-27 ആണ് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക, NH-27. ഇത് ശ്രീനഗർ കന്യാകുമാരി. ഇനി നറോറ ആണവ നിലയം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നറോറ ഗംഗ അല്ലേ. ഉത്തർപ്രദേശിലെ നറോറ ഉത്തർപ്രദേശിലാണ്, ഗംഗാ നദിയുടെ തീരത്താണ്. ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ ആരംഭിച്ചത് കൊൽക്കത്തയാണ്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? 1 മാത്രം അല്ലേ. അതായത്
ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, കൊൽക്കത്തയിലല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാൻ കാരണം. കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ മെട്രോ അല്ലേ? മെട്രോ റെയിൽവേ എവിടെയാണ്? കൊൽക്കത്തയിലാണ് ആദ്യമായി തുടങ്ങിയത്. അടുത്ത ചോദ്യം, പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനം ഏതാണ്? നാവിഗേഷൻ ഏതാണ്? നാവിക്, IRNSS അല്ലേ? നമ്മൾ അങ്ങനെ പറയാം, IRNSS ഇന്ത്യയുടെ സ്വന്തം പ്രാദേശിക നാവിഗേഷൻ സംവിധാനമാണ്. ഇപ്പോൾ GPS ആരുടേതാണ്? അമേരിക്കയുടേതാണ് അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രാദേശിക നാവിഗേഷൻ സംവിധാനമാണ് IRNSS എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഭാരത് മാല പരിയോജന താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടതാണിത്? റോഡ് ഗതാഗത വികസനം, അതായത് ഇന്ത്യയിലുടനീളമുള്ള ഹൈവേ, സാമ്പത്തിക ഇടനാഴി, അതിർത്തി റോഡ് എന്നിവ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വൻകിട റോഡ് വികസന പദ്ധതിയാണിത്. ഓക്കെ, സാഗർമാല ഏത് വികസന പദ്ധതിയാണ്? അത് തുറമുഖ വികസന പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? സൗരോർജ്ജം ആരായിരിക്കും സൗരോർജ്ജത്തിൽ? രാജസ്ഥാൻ അല്ലേ? ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളൊക്കെ കൊണ്ട് വൻകിട പ്രൊജക്റ്റുകളൊക്കെ കാരണം ഇന്ത്യയിലെ സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാനാണ്. 2-ാം സ്ഥാനത്ത് ഗുജറാത്താണ്. ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യമാണ്. ഈ ദൗത്യത്തിനായി വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേര് വ്യോമമിത്ര എന്നാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഗഗൻയാനെ പറ്റി ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ മനുഷ്യ ദൗത്യമാണ് ഇത് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മനുഷ്യന് മുന്നോടിയായി അയക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത ഒരു അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇത് വ്യോമമിത്ര എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൽപ്പാക്കം ആണവ നിലയം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൽപ്പാക്കം ആണവ നിലയം ഏതാണ്? ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ മദ്രാസ് ആറ്റോമിക് പവർ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ആണവ നിലയമാണ് മദ്രാസ് ആറ്റോമിക് പവർ സ്റ്റേഷൻ. അവിടുത്തെ ഗവേഷണ കേന്ദ്രം ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റോമിക് റിസർച്ച് എന്നും അറിയപ്പെടുന്നു. അടുത്തത്, ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിനാണ് കേട്ടോ ലൈഫ് ലൈൻ എക്സ്പ്രസ്. 1991 ഇന്ത്യയിൽ ആരംഭിച്ചതാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്, അതായത് സഞ്ചരിക്കുന്ന ട്രെയിൻ ആശുപത്രി. ഓക്കെ, ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകൾ പരിശോധിക്കുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1988 അതിർത്തി റോഡുകളുടെ നിർമ്മാണ ചുമതല ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനായി. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണെന്ന് പറയാം. കാരണം NHAI നിയമം പാസ്സാക്കിയത് 1988 പ്രവർത്തനം തുടങ്ങിയത് 1995. ഇനി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അത് 1960 സ്ഥാപിതമായത്. അടുത്തത്, ഇന്ത്യയുടെ മംഗൾയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ഭ്രമണപഥത്തിൽ പേടകം എത്തിച്ച ആദ്യ രാജ്യമാണ്. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം GSLV Mark 3 ആയിരുന്നു. ഏതാണിതിൽ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ തെറ്റാൻ കാരണം മംഗൾയാൻ വിക്ഷേപിച്ചത് PSLV C-25 ഉപയോഗിച്ചാണ് അല്ലേ? GSLV അല്ല, PSLV ആയിരുന്നു. PSLV C-25 ഉപയോഗിച്ചാണ്. കൈഗ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കൈഗ കർണാടക അല്ലേ? കൈഗ കർണാടക. ഇന്ത്യയിലെ റെയിൽവേ ഗേജുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ബ്രോഡ് ഗേജ്
വീതി 1.676 മീറ്ററാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഭൂരിഭാഗം ലൈനുകളും ബ്രോഡ് ഗേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രൊജക്റ്റ് യൂണിഗേജ്. ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? അതായത് ബ്രോഡ് ഗേജിൻ്റെ വീതി എന്ന് പറയുന്ന 2 റെയിലുകൾക്കിടയിൽ 1.676 മീറ്റർ, 5 അടി 6 ഇഞ്ചാണ്. ഇനി റെയിൽവേ പാതകളെല്ലാം ഒരേ ഗേജിലേക്ക്, ബ്രോഡ് ഗേജിലേക്ക് മാറ്റുന്നതിനുള്ള റെയിൽവേയുടെ പദ്ധതിയാണിത് പ്രൊജക്റ്റ് യൂണിഗേജ് എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ആദ്യത്തെ എന്ന് പറയുമ്പോൾ അത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഏതാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. താഴെ പറയുന്നവയിൽ ISROയുടെ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. തുമ്പ എന്ന് പറയുന്നത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ് കേട്ടോ, ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇതാണ്. റെയിൽവേ പ്ലാറ്റ്ഫോം ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹൂബ്ലി സ്റ്റേഷൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹൂബ്ലി സ്റ്റേഷനിലാണ്. ഇതിനു മുമ്പ് ഗോരഖ്പൂർ ആയിരുന്നു ഒന്നാമതായിട്ടുണ്ടായിരുന്നത്. ആണവോർജ ഉൽപാദനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ ആണവോർജ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 2 സ്റ്റേറ്റ്മെൻറ്റും 2ഉം ശരിയായിട്ടാണ്. 32 സാഗർമാല പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണല്ലേ. എന്താണ്? തുറമുഖങ്ങളുടെ വികസനവും ആധുനിക വൽക്കരണവുമാണ് സാഗർമാല. ISROയുടെ വാണിജ്യ വിഭാഗം ISROയുടെ ഏതാണ്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണോ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണോ, VSSC ആണോ? ഏതാണ്? എയും ബിയും, അതായത് ആൻഡ്രിക്സും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്താണ്? പഴയത്, അത് 1992. ഇനി പുതിയതും നിലവിൽ കൂടുതൽ സജീവമായത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് 2019. ഇന്ത്യയിലെ നാഷണൽ ഹൈവേ നമ്പറിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ. നാഷണൽ ഹൈവേ നമ്പറിംഗ് ആണ്. വടക്ക് നിന്നും തെക്കോട്ട് പോകുന്ന ദേശീയപാതകൾക്ക് ഇരട്ട സംഖ്യയാണ് നൽകുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന പാതകൾക്ക് ഒറ്റ സംഖ്യയാണ് നൽകുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണ് അല്ലേ. ഇന്ത്യയിലെ പുതിയ നാഷണൽ ഹൈവേ നമ്പറിംഗ് സിസ്റ്റം അനുസരിച്ച് വടക്ക് തെക്ക് പാത എന്ന് പറയുമ്പോൾ അത് ഇരട്ട സംഖ്യ. ഓക്കെ, നമ്മുടെ NH-44 ഒക്കെ. ഇനി കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ സംഖ്യയാണ് നൽകുന്നത്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഊർജ സർവകലാശാല സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അതായത് ആദ്യത്തെ റിന്യൂവബിൾ എനർജി മാനേജ്മെൻറ്റ് കോഴ്സുകളും യൂണിവേഴ്സിറ്റിയും ഒക്കെ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് അതെവിടെയാണ്? ഗുജറാത്താണ് കേട്ടോ, ഗുജറാത്ത്. പണ്ഡിറ്റ് ദീൻദയാൽ എനർജി യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തത് ഏതാണ്? ജയ്താപൂർ ആണവ നിലയ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജയ്താപൂർ എവിടെയാണത്? ജയ്താപൂർ മഹാരാഷ്ട്ര. ഓക്കെ, ഫ്രാൻസിൻ്റെ സഹായത്തോടെയാണ് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ജയ്താപൂർ ആണവ നിലയ പദ്ധതി. 37 ഇന്ത്യയിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയത് ഡൽഹിക്കും വാരണസിക്കും ഇടയിലാണ്. ഇവ ട്രെയിൻ 18 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ് അല്ലേ. 2019 ഫെബ്രുവരിയിലാണ് ന്യൂഡൽഹി വാരണാസി റൂട്ടിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിയത്. ഇനി ട്രെയിൻ 18 എന്നായിരുന്നു ഇത് നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ പേര്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിൽ അല്ലേ. ചെനാബ് നദിക്ക് കുറുകെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം സ്ഥിതി ചെയ്യുന്നത്.
ദേശീയ ജലപാത 1 ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? 1 ഏതാണ്? അലഹബാദ് ഹാൽഡിയാണ് 1. ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് 3 ചോദിക്കാറുണ്ടല്ലേ. നമ്മുടെ കേരളത്തിലുള്ള കൊല്ലം, കോട്ടപ്പുറം, ഇപ്പോൾ കൊല്ലം കോഴിക്കോട് എന്ന് പഠിക്കണം. അത് NW3 ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആണവ ഇന്ധന സ്രോതസ്സുകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ് തോറിയത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ്. ജാദുഗുഡ ഇന്ത്യയിലെ പ്രശസ്തമായ യുറേനിയം ഖനിയാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. കേരളത്തിലെ ചവറ അങ്ങനെയുള്ള തീരപ്രദേശങ്ങളിൽ കരിമണലിൽ ഏതിൻ്റെ സാന്നിധ്യമുണ്ട്? മോണോസൈറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് തോറിയം നൽകുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ ശരിയാണ്. ജാർഖണ്ഡിലെ ജാദുഗുഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ യുറേനിയം ഖനി. അതും കറക്റ്റാണ്. ISROയുടെ ആദിത്യ L1 ദൗത്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണത്? സൗരപഠനം അല്ലേ, സൂര്യനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളതായിരുന്നു ഇത് ആദിത്യ L1 എന്ന് പറയുന്നത്. 43ാമത്തെ ചോദ്യം, റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റുമായി ലയിപ്പിച്ച വർഷം എന്നാണ്? 2017 അല്ലേ, 2017 അത് 1924 റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർപ്പെടുത്തിയത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് 2017 റെയിൽവേ ബജറ്റ് വീണ്ടും എന്തായത്? പൊതു ബജറ്റിൽ ലയിപ്പിച്ചത്. 44 ദേശീയപാത 66 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. NH 66 പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി പോകുന്ന പാതയാണ്. ഇത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. പഴയ NH 17 പുതിയ NH 66 അല്ലേ? അതെ. ഇത് മഹാരാഷ്ട്രയിലെ പൻവേലിൽ തുടങ്ങി കന്യാകുമാരിയിലാണ് അവസാനിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുമുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എവിടെയാണ് സ്ഥാപിച്ചത്? ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റ് എവിടെയാണ്? ഓംകരേശ്വർ, മധ്യപ്രദേശ് കേട്ടോ. മധ്യപ്രദേശിലെ ഓംകരേശ്വർ ഡാമിൽ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന് സമീപമാണ്? ഏതിനാണ്? പുലിക്കാട്ട് തടാകം കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് വിക്ഷേപണ കേന്ദ്രമുള്ളത്. അത് പുലിക്കാട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നു. കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. ഇത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ നീളുന്നു. കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ മുഖ്യ ശില്പി E ശ്രീധരനാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 2ഉം ശരിയാണല്ലേ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ തോക്കുറലി മംഗലാപുരത്തിനടുത്ത് വരെ അത് നീളുന്നുണ്ട്. മെട്രോമാൻ എന്നതിനോടൊപ്പം കൊങ്കൺ ശില്പിയായും ആരെ കാണുന്നുണ്ട്? E ശ്രീധരനെ കാണുന്നുണ്ട്. 48 ഉൽപാദനശേഷിയിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ആണവ നിലയം ഉൽപാദനശേഷിയിൽ ഏതാണ്? താരാപൂർ ആണ് കേട്ടോ. കൂടംകുളം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഏതാണ്? മഹാരാഷ്ട്രയിലെ താരാപൂരാണ്. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ്? ഇൻ്റർനെറ്റ് അധിഷ്ഠിത കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വരുന്നത് ഏതാണ്? GSAT-19 ആണ്. ഓപ്ഷൻ ബി, GSAT-19. ലാസ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനഗർ ലേ പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ശ്രീനഗറിലെ ശ്രീനഗറിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? NH1. ഏത് ചുരമാണ്? സോജില ചുരം അല്ലേ, സോജില ചുരമാണ്. സിക്കിമിലുള്ളതാണ് നാഥുല ചുരം. ഓർത്തിരിക്കുക കേട്ടോ. 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ടോട്ടൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിന്ന് മാത്രം 100 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്